അവിടെ അങ്ങനെയാണെങ്കിൽ ഈ 76,750 രൂപ തിരിച്ച് 1 ലക്ഷമാകാൻ ഏറ്റവും കുറഞ്ഞത് ഗോൾഡിന്റെ ശരാശരി വളർച്ചയനുസരിച്ച് 4 വർഷം എടുക്കും നമ്മൾ ഇട്ട കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി. ഇന്ത്യൻ വിപണിയിൽ റുപ്പി മൂല്യശോഷണം അത്രയധികം വർദ്ധിച്ചിട്ടില്ല. അതുകൂടി സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഗോൾഡിന്റെ വില 1.5 ലക്ഷത്തിന് മുകളിൽ കടന്നു പോകുമായിരുന്നു. 76,750. ആ 76,750 ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ GST കിട്ടില്ല. തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തേയ്മാനം പരിഗണിക്കും, പണിക്കൂലി കൺസിഡർ ചെയ്യില്ല. അവിടെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ സ്വർണ്ണവില കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ജ്വല്ലറിക്കാർക്ക് ചാകരയാണ്, അവർക്ക് വലിയ ലാഭം കിട്ടുമെന്നൊക്കെ. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിലവിൽ 1 പവൻ സ്വർണം 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിയാൽ ഒരു അത്യാവശ്യ കാര്യത്തിന് അതേ സ്വർണം ഞാൻ വിൽക്കാൻ ചെന്നാൽ എനിക്ക് എത്ര രൂപ വരെ നഷ്ടമുണ്ടാകും? സ്വാഭാവികമായിട്ടും അവരുടെ ലാഭം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിനെ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ്. ശരിക്കും സ്വർണ്ണവില അന്താരാഷ്ട്ര ഇറക്കുമതി ചെയ്യുന്നത് നമുക്കറിയാം, സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ്. നമ്മുടെ ഗോൾഡ് ഏജൻസികൾ, പ്രത്യേകിച്ചും HDFC, SBI ഗോൾഡ്, അവരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കുന്നു. ആക്ച്വലി ഇവിടെ പ്രൊഡക്ഷൻ, സ്വർണത്തിന്റെ ഗോൾഡിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ബില്ലുള്ളതാണ്. രണ്ടാമതൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ സ്വർണത്തിന്റെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 60 ടൺ, ഏകദേശം 60,000 കിലോഗ്രാം സ്വർണമാണ് കേരളത്തിൽ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ NRIs കൊണ്ടുവരുന്ന പണത്തിൽ വലിയൊരു ഭാഗം സ്വർണത്തിലും റിയൽ എസ്റ്റേറ്റിലുമാണ് നിക്ഷേപം പോകുന്നത്. വ്യവസായങ്ങൾ നമുക്ക് കുറവായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് ഈ സ്വർണത്തിലും അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിലുമാണ്. ഏകദേശം 45,000 കോടി മുതൽ 60,000 കോടി രൂപയുടെ ബിസിനസ്സാണ് 3 കോടി ജനസംഖ്യയുള്ള 3% ജനസംഖ്യയുള്ള ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുള്ള കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 45,000 കോടി മുതൽ 60,000 കോടി വരെ. അപ്പോൾ അവിടെ നമുക്ക് സ്വർണ്ണ ആഭരണങ്ങൾക്ക് വളരെ ഭ്രമമുണ്ട്. അപ്പോൾ അതൊരു നിക്ഷേപമായിട്ടും പലരും കരുതുന്നുണ്ട്. അതിന്റെ നിക്ഷേപ സാധ്യതയെക്കുറിച്ചാണ് ഞാൻ ഇനിയും പറയുന്നത്. അത് സ്വർണം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ സമയത്ത് അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ആസ്തിയുടെ ഭാഗമാക്കാൻ പറ്റും. അതിലൊന്ന് ജ്വല്ലറി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജ്വല്ലറി ആണെങ്കിൽ നമുക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടും? മറ്റു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറായിട്ടോ കോയിനായിട്ടോ വാങ്ങിച്ചു വെച്ചാൽ ശരിയാവുമോ? ETF-കളായിട്ട് നമുക്ക് ചെയ്താൽ പറ്റുമോ? ഗോൾഡ് ഫണ്ടുകളായിട്ട് ചെയ്താൽ പറ്റുമോ? സോവറിൻ ഗോൾഡ് ബോണ്ടായിട്ട് പറ്റുമോ? ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ നമ്മൾ അറിയാം, 1 ലക്ഷം രൂപയുടെ സ്വർണം നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിന്റെ പ്രൈസ് നമ്മൾ നോക്കുക. 1 ലക്ഷം രൂപ നമ്മൾ സ്വർണം 1 ലക്ഷം രൂപയുമായിട്ട് നമ്മൾ ജ്വല്ലറി പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരു 20% പണിക്കൂലിയോ അല്ലെങ്കിൽ അതിന്റെ കിഴിവോ അല്ലെങ്കിൽ തേയ്മാനോ നമ്മൾ പരിഗണിക്കാം. രണ്ടാമത് അതിന്റെ GST ഒരു 3.25% പരിഗണിക്കുക. അങ്ങനെ നമ്മൾ പരിഗണിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആസെറ്റ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ യഥാർത്ഥ ഗോൾഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ഗോൾഡിന്റെ തൂക്കം എന്ന് പറയുന്നത് 76,750 രൂപയുടെ ഗോൾഡ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്. 76,750. ആ 76,750 ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ GST കിട്ടില്ല. തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തേയ്മാനം പരിഗണിക്കും, പണിക്കൂലി കൺസിഡർ ചെയ്യില്ല. അവിടെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. അവിടെ അങ്ങനെയാണെങ്കിൽ ഈ 76,750 രൂപ തിരിച്ച് 1 ലക്ഷമാകാൻ ഏറ്റവും കുറഞ്ഞത് ഗോൾഡിന്റെ ശരാശരി വളർച്ചയനുസരിച്ച് 4 വർഷം എടുക്കും നമ്മൾ ഇട്ട കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി. അപ്പം ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട്, ഗോൾഡ് ആഭരണം എന്നുള്ള നിലയിൽ നല്ലതാണ്. പക്ഷേ ഗോൾഡ് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് മണ്ടത്തരമാണ് എന്ന് തന്നെ പറയാം. രണ്ടാമത് നമുക്ക് പറയാനുള്ളത്, ഗോൾഡിന് മറ്റെന്താണ് ഓപ്ഷൻ ഉള്ളത്? ഗോൾഡ് അതോടൊപ്പം തന്നെ നമുക്ക് ലോക്കർ ചാർജ് ഉണ്ട്. നമ്മൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മളിത് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് പരിഹാരമായിട്ടുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില ഉപാധികൾ, ഒന്ന് ഗോൾഡിന്റെ ഫണ്ടുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF-കൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഡിമാറ്റ് വഴി വാങ്ങാൻ സാധിക്കും ഗോൾഡ് ETF-കൾ. അതുപോലെ ഗോൾഡ് ബീസ് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഗോൾഡിനെ അണ്ടർലൈൻ ചെയ്യുന്ന മറ്റ് ചില ഉപാധികളാണ്. RBIയുടെ ഒരു പ്രോഡക്റ്റ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ട്. ഇന്ന് അത് പുതുതായിട്ടുള്ള സോവറിൻ ഗോൾഡ് ബോണ്ട് അവർ പുറത്തിടുന്നില്ല. കഴിഞ്ഞ മാർച്ചിന് ശേഷം RBI SGB സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ടായിരുന്നു.
അത് ഇപ്പോഴത് അവൈലബിൾ അല്ല. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ, വിൽക്കാൻ ആളുകളുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടും അവൈലബിൾ ആണ്. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. 2.5% പലിശ ഇങ്ങോട്ട് കിട്ടും. 8 വർഷം ഹോൾഡ് ചെയ്യുന്ന SGBക്ക് ടാക്സ് ഫ്രീയും കൂടിയാണ്. അപ്പം മറ്റ് നിക്ഷേപം എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായും ജുവലറിയേക്കാൾ നല്ലത് മറ്റ് ചില ഓപ്ഷൻസുകളാണ്. അത് ETF-കളാണ്, ഗോൾഡ് ബീസ് ആണ്, ഗോൾഡ് ഫണ്ടുകളാണ്, മൾട്ടി അസറ്റ് ഫണ്ടുകളാണ്, അതോടൊപ്പം തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഫണ്ടുകളാണ്. ഈ ആഗോളതലത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ സ്വർണ്ണവിലയെ നന്നായി ബാധിക്കുന്നുണ്ടല്ലോ. ശരിക്കും എന്തൊക്കെ കാരണങ്ങളാണ് ഈ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്? സ്വർണം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സ്വർണത്തിനെ വിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ആ നിരവധി ഘടകങ്ങളെ ഒന്ന് പരിശോധിക്കുമ്പോഴാണ് സ്വർണ്ണ വിലയെ ഇനി കൂടുമോ കുറയുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അന്താരാഷ്ട്ര വിപണിയിൽ ഇതൊരു വളരെ വലിയ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് സ്വർണം എന്ന് പറയുന്നത്. ഇതൊരു അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. അപ്പോൾ പല ഫാക്ടറുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ ബാധിക്കുന്നത്, അതനുസരിച്ചിരിക്കും സ്വർണ്ണവില കൂടാനും കുറയാനുമുള്ള കാരണം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1979 നമ്മളൊരു അടിസ്ഥാന വർഷമായിട്ട് പരിഗണിച്ചാൽ നമ്മൾ സ്വർണത്തിൻ്റെ അന്നത്തെ വില ഇന്ത്യൻ വിലയിൽ 1 ഗ്രാമിന് 94 രൂപയാണ്. ഇന്നത്തെ വില 12,000 രൂപയാണ്. ഏകദേശം 130 ഇരട്ടിയാണ് ഇന്ത്യൻ വിലയിൽ വർധനമുണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിലെ നമ്മൾ വില പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു ഔൺസ് എന്ന് പറയുന്നത് ഇന്ന് 31.1 ഗ്രാമാണ് ഒരു ഔൺസ് ഗോൾഡ് എന്ന് പറയുന്നത്. അന്ന് അന്താരാഷ്ട്ര വിപണിയിൽ $304 ആയിരുന്നത് ഇന്ന് $4,200 ഏകദേശം 13 ഇരട്ടിയാണ് അവിടെ വർധന ഉണ്ടായത്. അതായത് ഇന്ത്യൻ വിലയിൽ 130 ഇരട്ടിയും അന്താരാഷ്ട്ര വിപണിയിൽ 13 ഇരട്ടിയും. എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്? അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് രൂപയുടെ മൂല്യശോഷണം. രൂപയുടെ മൂല്യശോഷണം അന്ന് 9 രൂപ ഉണ്ടായിരുന്ന ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി 9 രൂപയായിരുന്നത് ഇന്ന് 87 രൂപയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം രൂപയുടെ മൂല്യശോഷണമാണ്. രൂപയുടെ വില ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വർദ്ധിക്കുക, 87 രൂപ എന്നുള്ളത് 85 രൂപയായാൽ സ്വർണ്ണവില വീണ്ടും കുറയും. അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി മറ്റു ചില ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അന്താരാഷ്ട്ര ഉൽപ്പന്നമായതുകൊണ്ട് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഗ്ലോബൽ അൺസർട്ടനിറ്റിയാണ്. ലോകത്ത് എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ, ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് ഒരു സേഫ് അസറ്റ് എന്നുള്ള നിലയിൽ സ്വർണത്തിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് കോവിഡിന് ശേഷം ഏറ്റവും വലിയ ഒരു പ്രശ്നം ഉണ്ടായത് പ്രത്യേകിച്ച് അമേരിക്കയിൽ അവരുടെ 35 വർഷത്തെ ഏറ്റവും വലിയ പണപ്പെരുപ്പമാണ് അവർ അനുഭവിച്ചത്. അവർ ഇനിയും അതിൽ നിന്ന് മുക്തമാകാനുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പണപ്പെരുപ്പത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലേഷന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് ഗോൾഡ് മാറിയിട്ടുണ്ട്. ഗോൾഡിന്റെ വില പലപ്പോഴും US എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, US-ന്റെ ജോബ് ഡേറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ US എക്കോണമി അത്രയും നല്ലൊരു അന്തരീക്ഷത്തിലല്ല, നല്ലൊരു കണ്ടീഷനല്ല US എക്കോണമി ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ നമുക്കറിയാം ഗോൾഡ് റിസർവ് റേഷ്യോ. അമേരിക്കയുടെ കയ്യിൽ 8,000 ടൺ ഗോൾഡ് ഉണ്ട്, ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം 800 ടണ്ണോളം ഗോൾഡ് ഉണ്ട്. അതേസമയത്ത് ചൈന കഴിഞ്ഞ 2012 മുതൽ കാര്യമായിട്ട് ഗോൾഡ് റിസർവ് റേഷ്യോ കൂട്ടിയിട്ടുണ്ട്. അഥവാ ഗോൾഡിനെ ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് ലോകം മുഴുവൻ കഴിഞ്ഞ ഒരു 10-12 വർഷമായി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി പോലെ ഗോൾഡ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡ് റിസർവ് റേഷ്യോ പല രാജ്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെയിലും ഇറാഖിന്റെയിലും പോലും ഗോൾഡ് റിസർവ് റേഷ്യോ കൂടിയിട്ടുണ്ട്. പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ ഗോൾഡ് റിസർവ് റേഷ്യോ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് റിസർവ് രാജ്യങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് മറ്റൊരു ഘടകമാണ്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും അധികം സ്വർണ്ണ വില വർധന ഉണ്ടായിട്ടുള്ള 2023 മുതൽ ഇതുവരെയുള്ള കാലഘട്ടം $2,000 നിന്നും $4,000 ഇരട്ടിയായിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിക്കുകയുണ്ടായി. ഇത്തരത്തിലൊരു മുന്നേറ്റം ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് അന്താരാഷ്ട്ര വിപണിയെ സംബന്ധിച്ച്. ഇന്ത്യൻ വിപണിയിൽ റുപ്പി മൂല്യശോഷണം അത്രയധികം വർദ്ധിച്ചിട്ടില്ല. അതുകൂടി സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഗോൾഡിന്റെ വില 1.5 ലക്ഷത്തിന് മുകളിൽ കടന്നു പോകുമായിരുന്നു. കാരണം റുപ്പി ഡിവാലുവേഷൻ ഈ പറഞ്ഞ കാലയളവിൽ ഈ 1.5 വർഷത്തെ നമുക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കയ്യിൽ ധാരാളം ഫോറിൻ കറൻസി ഗോൾഡ് റിസർവ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫോറിൻ കറൻസി റിസർവ് അല്ലെങ്കിൽ കറൻസി റിസർവ് സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്.
ഏകദേശം 750 ബില്യൺ ഡോളറോളം കറൻസി റിസർവ് നമ്മുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രൂഡ് ഓയിൽ ട്രാൻസാക്ഷൻ നമ്മൾ അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ റൂബിൾ ട്രാൻസാക്ഷനിലാക്കുകയും ഡോളർ ടെർമിനോളജിയെ മാറ്റുകയും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡീ ഡോളറൈസേഷനുള്ള ഒരു മുൻകൈ എടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ പോലും ഇന്ന് പ്രാദേശിക കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യൻ കറൻസി കാര്യമായിട്ട് മൂല്യശോഷണം വന്നിട്ടില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിക്ക് അനുസൃതമായിട്ട് മാറുകയും കൂടുതൽ അത് 1.5 ലക്ഷത്തിൽ പോയി എത്തുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് സീസണൽ ട്രെൻഡാണ്. കഴിഞ്ഞ 25 വർഷത്തെ ഡേറ്റ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 21 വർഷം സീസണലായിട്ടുള്ള ഗോൾഡിൽ ഒരു മൂവ്മെന്റ്, ഒരു മുന്നേറ്റം കാണാറുണ്ട്. ജൂണും ജൂലൈയും കഴിയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ എല്ലാ വർഷങ്ങളിലും സാധാരണയായിട്ട് ഒരു വലിയ മുന്നേറ്റമുണ്ട്. ഇന്ത്യയുടെയും ചൈനയുടെയും കൺസംഷൻ ഏറ്റവും അധികം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഗോൾഡ് ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റി കൂടിയാണ്. അപ്പൊ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ലോജിക്ക് മാത്രമല്ല ചില ട്രിഗറിങ് ഫാക്ടർ ഉണ്ട്. ആ ട്രിഗറിങ് ഫാക്ടറിൽ ഒന്നെന്ന് പറയുന്നത് ചെറിയ തോതിലാണെങ്കിൽ പോലുമുള്ള പർച്ചേസ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് വരികയാണെങ്കിൽ അതും ആ ട്രേഡിംഗ് ഫാക്ടറിനെ ബാധിക്കും. ഇതും ഗോൾഡിന്റെ വിലയെ കൂടാനുള്ള കാരണമായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇനിയും അത് ഒരു ഡിസംബർ വരെ അങ്ങനെയാണെങ്കിൽ സീസണൽ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഒരു ബൈയിങ് ട്രെൻഡും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ സെല്ലിംഗ് ട്രെൻഡുമാണ് കാണുന്നത്. ഇപ്പോൾ ഗോൾഡിന്റെ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ, ഫ്യൂച്ചർ കോൺട്രാക്ട് നോക്കി കഴിഞ്ഞാൽ ദീർഘകാല കോൺട്രാക്റ്റുകൾ നമ്മൾ ഇപ്പോഴത്തെ കോൺട്രാക്റ്റിൽ നിന്നും മൈനസ് ആണ് കാണിക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരിക്ക് ശേഷം അത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്.